കറി കറിയോടെ ഇപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതിൻ്റെ റെസിപ്പി കിട്ടണമെങ്കിൽ ഇത് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഇത് ഞങ്ങൾ നല്ല പൊറോട്ട നല്ല സെറ്റ് പൊറോട്ട ലൈവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. നോക്ക് നല്ല തട കളിക്കണം മലബാർ ചിക്കൻ്റെ. അപ്പോൾ റെഡി, ഫുഡ് റെഡി, റെഡി, പ്ലേറ്റ് റെഡി, റെഡി, എല്ലാം റെഡി. കഴിച്ചാൽ മതില്ലേ? അശോകത്തി നല്ല സ്മെല്ലടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കാണുമ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു ടേസ്റ്റ് അല്ലേ? നമ്മുടെ ഗ്യാസ് കൂടി വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് മൊത്തത്തിലൊന്ന് മടിയല്ലേ. ഇതൊക്കെ ഞങ്ങൾ വെറൈറ്റി ചിക്കൻ കറി എടുക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇപ്പോൾ ഒന്ന് അല്ലേ കിഴങ്ങ് നമുക്ക് കുറച്ച് വേണ്ടി ഇടാൻ കൂടി എടുത്തത്. ഇപ്പം തന്നെ ഇത് ഇനി വേണ്ട ആവശ്യം അടിക്കാൻ തോന്നുന്നു. അത്രയും ടേസ്റ്റ് കാണാം. ഹായ്, അപ്പോൾ ഞങ്ങൾ ആലപ്പുഴ ബീച്ചിൻ്റെ അവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ കയറിയിട്ട് കാര്യമുണ്ട്. നമ്മളത് ഒരു ചെറിയ പരിപാടിയിലാണ്. മാഷ് നല്ല അരിഞ്ഞ തള്ളുകയാണേ. അപ്പോൾ ഞങ്ങൾ ചിക്കൻ കറിയും കുറച്ച് സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ഇന്ന് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഇവിടെ നിന്ന് കഴിക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ സാറുമാർക്ക് നല്ല സപ്പോർട്ട് കേട്ടോ. നമ്മുടെ മാനന്തവാടിയിലുള്ളൊരു സാറാണ് ഇതിൻ്റെ മാനേജറൊക്കെ. അപ്പം നമുക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. നമ്മുടെ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ മാഷേ ഫുഡും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഉള്ളിയൊക്കെ ചട്ടിയിലുണ്ട്. ഇതൊക്കെ വയറ്റി സെറ്റാക്കിയതിന് ശേഷം നല്ല അടിപൊളി ചിക്കൻ കറി കൂട്ടി വേറെ കൂടെ കഴിച്ചിട്ട് നൈസ് പത്തിരിയും പൊറോട്ടയൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ ഇവിടുത്തെ നമ്മൾ ആദ്യം പരിചയപ്പെട്ട ആളാണ് കേട്ടോ, കമറുക. അടിപൊളിയല്ലേ? ഹാപ്പി അല്ലേ? യെസ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ സെറ്റായിട്ട് എന്താ പറയുക, എല്ലാവരും കൂടെ വന്നിട്ട് 5-8 പേരുണ്ട്. എല്ലാവരും കൂടെ വന്നിട്ട് നമുക്ക് എല്ലാവരും ഒന്ന് കാണാൻ പരിചയപ്പെടാം. അപ്പോൾ ഇത് നമ്മൾ ആ ചിക്കൻ ഇതാ കഴുകി എല്ലാം സെറ്റാക്കി വെച്ചിട്ട് മുളകൊന്നും വെച്ചിട്ടില്ല കേട്ടോ. കാരണം നമുക്ക് സമയമില്ല. പെട്ടെന്ന് തന്നെ ഇതാ മുളക് പൊടിയും കാറിലൊക്കെ ഉണ്ട്. ഡയറക്റ്റ് ഇതിലേക്ക് പണി തുടങ്ങാൻ വേണ്ടിയ പരിപാടിയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഡിലേ ആക്കണ്ടല്ലോ അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ ഇത് കുഴച്ച് വെച്ച് നേരെ ഫ്രിഡ്ജിലൊക്കെ കയറ്റി അതിങ്ങനെ സെറ്റായി വരുമ്പോഴത്തേക്ക് മണിക്കൂറുകൾ പിടിക്കും. അതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരെ ഡയറക്റ്റ് പണി തുടങ്ങാൻ പോവാണ്. അപ്പോൾ വഴത്തിന് നല്ല സെറ്റായിട്ട് വഴണ്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതാ ഇത് പിന്നെ ഇത് എന്താണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെയും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങും കാര്യങ്ങളുണ്ട്. പിന്നെ തക്കാളി എല്ലാം സിമ്പിൾ പരിപാടി. സിമ്പിൾ. ഇതിന് നമ്മുടെ മലബാർ ചിക്കൻ കറി എന്ന് പറയും അല്ലേ? എന്താ അതേപോലെ തന്നെ നൈസ് പത്തിരി ഉണ്ട്. നമുക്കിത് 2 രൂപ കേട്ടോ. ഒരു നൈസ് പത്തിരി 2 രൂപയേ ഉള്ളൂ. അപ്പോൾ അത് റെഡിയൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ മുടിയൻ കൂടാ 26 ഞാൻ ചാടിച്ചെടുക്കാന്ന് വെച്ചേരും. കാരണം നമ്മളൊരു ലോട്ടറി എടുത്തിട്ടുണ്ട്. ആ ലോട്ടറി എന്ന് വെച്ചാൽ ഞങ്ങൾ പൈസ വെച്ച് കൊണ്ടിരിക്കുന്നത് ഒരു അമ്മ എന്ന് വെച്ചാൽ ഒന്നും വയ്യാണ്ട് എടുക്കുന്നില്ല. അതിലുണ്ടെങ്കിൽ ഓർക്കടിച്ചിട്ടുണ്ടാവും. വെച്ചാൽ അമ്മോട് സുഖമില്ലാന്ന് പറഞ്ഞേ. അപ്പൊ 26/0 കിട്ടുമല്ലോ. കറക്റ്റ് സമയം 3 മണി ആ സമയം ലോട്ടറിന്റെ നോക്കണ. പിന്നെ ആരും എടുക്കൂല ടിക്കറ്റ്. അപ്പൊ ആ ടിക്കറ്റ് ഓർക്കേണ്ട ഓർവാക്കി. ആയിക്കോട്ടെ, എന്തായാലും കുഴപ്പമില്ല. നമ്മളത് ചെയ്തല്ലോ. നമുക്ക് കിട്ടിയിട്ട് കിട്ടി. അത് മതി. അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. മസാല റെഡി ചെയ്യാൻ പറ്റും. നോക്ക്, നല്ല തട നടക്കുന്ന മലബാർ ചിക്കൻ്റെ ഘട്ടം ഇങ്ങനെ ഒരു ഫസ്റ്റ് ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ ചിക്കനും കൂടെ കിട്ടുന്ന സംഭവം സെറ്റാക്കി തന്നെ ഇത് വേറെ ലെവലിൽ പോലെ എന്താണെന്ന് അറിയില്ല. രാവിലെ നല്ല സുഖം കഴിക്കുന്നുണ്ട്. കഴുകാൻ പാടില്ല. അത് കഴിത്തരാം. പിന്നെ യഥാർത്ഥ വിറ്റാമിൻ പോയി പോകും. ഓക്കെ അതുകൊണ്ടോ ഞങ്ങൾ കഴുകാതെ. അപ്പോൾ ഇത് നല്ല കുഴാന്ന് ഇരുന്നുണ്ട്. ഇത് അങ്ങോട്ട് വന്ന് സംഭവം കഴിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ആയിരിക്കും. വയറ് നിറയും. അപ്പോൾ തന്നെ സ്മെല്ലടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് ശരിക്കും നിങ്ങൾക്ക് വീഡിയോ തന്നെ കാണുമ്പോൾ അറിയാം ഇതിൻ്റെ ഒരു ഏകദേശം ഒരു ടേസ്റ്റ് അല്ലേ? ഓക്കെ. കാരണം ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാറ്? ചിക്കൻ ഇടാൻ പോലെ. സാധനത്തിലേക്ക് നമ്മൾ ചിക്കൻ ഇടാൻ പോകും. ഓക്കെ. ഇത് ശരിക്കും എന്താ നമ്മുടെ ഗ്യാസും കുറ്റിയായിട്ട് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടല്ലേ? ഇടാം. ഐശ്വര്യമായിട്ട് ഇട്ടോളൂ. കുറച്ച് വെള്ളം ഉണ്ട്. ആ വെള്ളമടക്കം നമ്മൾ തട്ടാണ്. നിലത്ത് പോലെ. ഇതൊന്ന് സെറ്റായിട്ട് വരണം. ഇതൊന്ന് മൊത്തത്തിലൊന്ന് ഇനി നമുക്ക് ഇവനും കൂടി മടിയല്ലേ? ഇതൊക്കെ ഞങ്ങളുടെ വെറൈറ്റി ചിക്കൻ കറി കേട്ടോ. ഇതൊന്നും നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇപ്പോൾ ഇടുന്നത് നിങ്ങൾക്ക് ഒന്നും അല്ലേ? നോ ക്വസ്റ്റ്യൻ. പക്ഷെ സാധനം ഇതിൻ്റെ ഔട്ട് ഒരു രക്ഷയില്ലാതായിരിക്കും. ഗംഭീര ഔട്ടായിരിക്കും. കിഴങ്ങ് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ ഇടാം. കിഴങ്ങ് മുറിക്കല്ലേ? ഗ്യാസാണ് പറഞ്ഞത് സാറിന്. അപ്പം കുറയ്ക്കാം. അപ്പോൾ വേണ്ട. അപ്പോൾ കിഴങ്ങ് മതി അല്ലേ?
കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. അത് മതി എന്നാൽ. സംഭവം പൊളി കേട്ടോ ഇത്. ഇപ്പം തന്നെ ഇത് ഇനി വേവേണ്ട ആവശ്യം നിങ്ങൾ തന്നെ അടിക്കാൻ തോന്നുന്നുണ്ട്, അത്രയും ടേസ്റ്റ് കാണുന്നുണ്ട്. ഇവിടെ രക്ഷ കേട്ടോ, നിങ്ങൾ വീഡിയോ കാണാതെ ഇവിടെ വന്ന് നല്ല സ്മെല്ലാണ് ഇനി. അപ്പോൾ ഇനി നമുക്ക് ഒത്തിരി വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് അതെ ആദ്യത്തെ ഘട്ട ഒന്ന് മൂടി വെക്കാണ്ട്. എന്നാൽ പിന്നെ ഒഴിക്കാൻ വെള്ളം ഒഴിക്കല്ലേ. അപ്പോൾ അത് ഇനിയിപ്പോൾ അടുത്ത രണ്ടാമത്തെ ഘട്ടം നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ ബൈ. നമ്മളിതാ ഇപ്പം ശരിക്കും ഇട്ടിട്ടുള്ളൂ, ഇഷ്ടപാടുന്ന കറി പോലെ കേട്ടോ. ഇപ്പം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇതിൻ്റെ റെസിപ്പി കിട്ടണമെങ്കിൽ ഇത് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഇത് ഞങ്ങളിത് പുറത്ത് വിട്ടുകൊടുത്തില്ല. പുറത്ത് വിട്ടുകൊടുത്താൽ ഇവിടുത്തെ ആർക്കും നമ്മൾ വിട്ടുകൊടുത്തില്ല ഇതിൻ്റെ റെസിപ്പി. കാരണം ഇത് തന്തേൻ്റെയും എൻ്റെയും നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതാണ് ഈ റെസിപ്പി. ഇപ്പം തന്നെ നോക്കിയൊക്കെ ഇത് സാധാരണ ഇതെല്ലാം ഒന്നും ഇത് മസാലയും ഈ ചിക്കനായിട്ട് ഒരു കോംബോ വന്നാൽ മാത്രമല്ല ഇങ്ങനെ ഒരു കറി കിട്ടത്തുള്ളൂ. പക്ഷേ ഇത് ഇട്ടപാടെ തന്നെ ഇത് കിട്ടുന്ന ഒരു വെറൈറ്റി ഒരു ചിക്കൻ കറിയാണ്. വെറൈറ്റിയാണ് നമുക്ക് വയനാട് മാത്രമുള്ള വയനാട്ടിൽ മാത്രമല്ല നമ്മളെ അല്ലേ, നമ്മൾ മാത്രം. ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തി. എല്ലാവരും ഇതാ ഫുഡ് കഴിക്കാനുള്ള റെഡിയിലാണ്. സാറേ എല്ലാവരും കയറണ്ടേ? കറി റെഡി ചൂടണ്ടേ? എങ്ങോട്ട് സാറേ? ഉപ്പാണ് കുറച്ചുണ്ടോ? അല്ല അത് ചിലപ്പോൾ ഇതിൽ പൊറോട്ടയിലും ഇതിലൊക്കെ ഉപ്പുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ചിട്ടതാണ്. പിന്നെ ചോറുണ്ടേ പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ എല്ലാം റെഡി, ഫുഡ് റെഡി, ടിഷ്യൂ റെഡി, പ്ലേറ്റ് റെഡി, എല്ലാം റെഡി. ഇനി കഴിച്ചാൽ മതി അല്ലേ? മുടി നോട്ട് റെഡി. ഓനെ എഡിറ്റ് ചെയ്താ. അക്ഷയപുരം എത്തി. നല്ല പൊറോട്ട, നല്ല സെറ്റ് പൊറോട്ട നമ്മൾ ലൈവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് പിന്നെ നോക്കണ്ടത് അവർ ലൈവ് ഉണ്ടാക്കിയിട്ട് പാക്കാക്കി തന്നതാണ്. ബാക്കിയൊക്കെ നമ്മുടെ പരിപാടി.